ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളെന്നോട് കുറേ നാളായി ചോദിക്കുന്നതല്ലേ പുതിയ വണ്ടി വാങ്ങി അതിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ആക്കാൻ വേണ്ടിക്ക്, അതുപോലെ തന്നെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് വീഡിയോയും കൂടി ഷെയർ ആക്കാൻ വേണ്ടിക്ക് ഇന്നെന്തായാലും ആ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുനോക്കുക. വീഡിയോയിലേക്ക് ഇപ്പോൾ മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. ഈ വണ്ടി കണ്ടേരം കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിനി താറ് ഫ്രണ്ടിൽ കൂടി കയറാൻ പറ്റില്ലല്ലോ, സീറ്റെല്ലാം കുറവല്ലേ, അങ്ങനെ കുറച്ച് ഉമ്മമാർ ചോദിച്ചിട്ടുണ്ടായിനി മോനിക്ക് വണ്ടിയുണ്ട് ഫ്രണ്ടിൽ കയറാൻ പറ്റുന്നില്ല എന്ന്. അപ്പോൾ അവരുടെ ഡൗട്ട് ക്ലിയർ ആക്കലാന്നേ. ഇതിൽ മഹീന്ദ്രൻ്റെ തന്നെ താർ റോക്സ് ആണ്, AX7L 2 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക്കാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഫ്രണ്ടിലേക്ക് കൂടി കയറാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ ഷെയർ ആക്കാം കേട്ടോ. എല്ലാവർക്കും അറിയുന്ന തന്നെ ആയിരിക്കും, എന്നാലും അറിയാത്ത കുറച്ച് പേര് ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഞാനിത് ഡീറ്റെയിൽഡായിട്ട് ഷെയർ ആക്കുന്നത്. കാര്യം കുറേ ഉമ്മമാരാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ അവർക്ക് വേണ്ടിക്ക് വേറൊരു കാര്യം കൂടി ഞാൻ ഷെയർ ആക്കാം. നമ്മളെ കുട്ടികൾക്ക് ഇപ്പം സമ്മർ വെക്കേഷനാണ്, കുട്ടികളെല്ലാവരും നല്ല കളിയിലെല്ലായിരിക്കും. അപ്പോൾ ഇല്ലേ അവർ കളിച്ചിട്ട് തന്നെ വളരട്ടെ. പിന്നെ ഇപ്പം അവധിക്കാലം ആയതുകൊണ്ട് തന്നെ അക്കാദമിക് വിഷയങ്ങളുടെ കാര്യത്തിൽ കുട്ടികൾക്ക് അത്ര പ്രഷർ ഉണ്ടാവില്ല. കാര്യം അവർ സ്കൂളിൽ പോകാത്തതുകൊണ്ട് തന്നെ അവർക്ക് എഴുതാനും വായിക്കാനും പഠിക്കാനും ഒന്നും ഉണ്ടാവില്ല. ഈ സമയം നമുക്ക് ഭയങ്കരമായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റിയൊരു ടൈമാണ്. കാര്യം ഇപ്പം നമ്മളെ കുട്ടികളുടെ റൈറ്റിങ്, റീഡിങ്, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷന് അതിൽ നമുക്ക് ട്രെയിനിങ് കൊടുക്കാൻ പറ്റിയ നല്ലൊരവസരമാണ് കേട്ടോ ഇപ്പം. കാരണം സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് ഒരുപാട് വിഷയങ്ങൾ പഠിക്കാനും എഴുതാനെല്ലാം ഉണ്ടാവും, ഒരു നല്ലോണം ടയേർഡാവും. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷന് മികച്ചതാവുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു കോമ്പറ്റീവ് വേൾഡിൽ കുട്ടികളുടെ കമ്മ്യൂണിക്കേഷന് വളരെയധികം പ്രധാനമുള്ള ഒരു കാര്യം കൂടിയാണ്. അത് ഏത് ജോബിലേക്ക് പോകാന്നുണ്ടെങ്കിലും കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ കൂടെ ഉണ്ടെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജ് ഇരട്ടിക്കുകയും ചെയ്യും. അതിൽ നിങ്ങളിൽ ആൽബിഡോ ഈ സ്പീക്ക് കോഴ്സ് സഹായിക്കും. ദിവസം 1 മണിക്കൂർ മാത്രം മാറ്റിവെച്ച് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിലായിരിക്കും ക്ലാസ് കൊടുക്കുക. ഇപ്പം ഗ്രൂപ്പായിട്ട് നിങ്ങൾക്ക് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ മികച്ച റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സ്ഥാപനം കേട്ടോ ആൽബിഡോ. 25 രാജ്യങ്ങളിൽ കുട്ടികൾക്കില്ലേ ഇവർ കഴിഞ്ഞ 7 വർഷമായിട്ട് വിദ്യാഭ്യാസം കൊടുത്തു വരുന്നുണ്ട്. പിന്നെ എന്താ പറയുക അടുത്ത അധ്യയന വർഷത്തിൽ 8th 9th 10th സ്റ്റേറ്റ് CBSE പഠിക്കുന്ന കുട്ടികളുണ്ടാവില്ലേ, ആ കുട്ടികൾക്ക് ഒരു ടീച്ചർ എന്ന രീതിയിൽ ഒരു ക്ലാസ്സിൽ കുറഞ്ഞ കുട്ടികളെ ഇരുത്തിയിട്ടുള്ള ബാച്ച് പ്രോഗ്രാമും ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്ക് ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതിൽ അവർക്ക് മെൻ്റൽ സ്ട്രെസ്സും ടൈം മാനേജ്മെൻറ്റും ഈസി ആക്കാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ആൽബിഡോ സാധാരണ ഒരു ട്യൂഷൻ സെൻറ്റർ പോലെയൊന്നല്ല കേട്ടോ. കുട്ടികളുടെ കൺവീനിയൻസിനനുസരിച്ച് അവർ കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കും. അതുകൊണ്ട് തന്നെ പഠനവും കളിയും എല്ലാമായിട്ട് കുട്ടികൾക്ക് ഒരു പഠിക്കുന്നുള്ള ഒരു തോന്നൽ വരാത്ത രീതിയിലായിരിക്കും അവർ കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കുന്നത്. ഹൈ ക്വാളിറ്റി ഉള്ള ടീച്ചേഴ്സായിരിക്കും ക്ലാസ് കൊടുക്കുന്നത്, ഫ്രണ്ട്ലി ആയിരിക്കും ടീച്ചേഴ്സ്. പിന്നെ ഓൺലൈൻ കിൻഡർ ഗാർഡൻ പ്രോഗ്രാമും ഇവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ചില പാരൻസ് ചോദിക്കലുണ്ട് എൻ്റെ കുഞ്ഞു കുട്ടികളാണ്, അതുപോലെ തന്നെ ഓൺലൈനായിട്ടുള്ള കിൻഡർ ഗാർഡൻ പ്രോഗ്രാമെല്ലാം നടക്കുമോ എന്നെല്ലാം ഡൗട്ട് അടിക്കുന്ന പാരൻസ് ഉണ്ട്. അപ്പോൾ ഒരു കാർട്ടൂൺ കാണുന്ന ലാഘവത്തോടെ ആയിരിക്കും കാർട്ടൂൺ കാണുന്ന ലാഘവത്തോടെ ആയിരിക്കും കേട്ടോ കുട്ടികൾക്ക് ഇവർ ക്ലാസ് കൊടുക്കുക. അതിനെ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആയിരിക്കും ക്ലാസ് എടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അതുപോലെ തന്നെ നിങ്ങൾക്കത് ഒരിക്കലും നഷ്ടമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ആക്കിയത്. ജസ്റ്റ് ഞാൻ താഴെ കൊടുത്ത നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ച് നോക്ക്. ഒരുപാട് പാരൻസിന് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം വീണ്ടും പാരൻസ് എന്നോട് ചോദിക്കലുണ്ട്, ചില ഡൗട്ട്സ് എല്ലാം ചോദിക്കലുണ്ട്, മീറ്റിങ്ങും കാര്യങ്ങളും കറക്റ്റ് ഉണ്ടാവും, നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവാന്നല്ല. എന്തായാലും എൻ്റെ മോനിക്ക് ഉള്ള മീറ്റിങ്ങും കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ആക്കുന്നുണ്ട്. അപ്പം ജസ്റ്റ് നിങ്ങൾ അതും കൂടി ഒന്ന് കണ്ടു നോക്കാട്ടോ. പെട്ടെന്ന് എല്ലാം ക്യാച്ച് ചെയ്യുന്ന ഒരു കുട്ടിയാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, പറഞ്ഞു കൊടുക്കുന്നൊക്കെ നല്ലോണം മനസ്സിലാകുന്നുണ്ട് അവർക്ക്. പിന്നെ ബേസിക്കിന് ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അത് കുറച്ച് ദിവസം കൂടി നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ ഓക്കെ ആവും, വലിയ ബുദ്ധിമുട്ടില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ അസസ്മെന്റ്സ് വെക്കുമ്പോഴൊക്കെ നമ്മൾ ഓരോ സെക്ഷൻ കഴിയുന്നതിന് അസസ്മെന്റ്സ് വെക്കാറുണ്ട്. അപ്പൊ അസസ്മെന്റ്സിനൊക്കെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാറുണ്ട്. പിന്നെ വീട്ടിൽ നിന്ന് എങ്ങനെയാണ് അവന്റെ കാര്യങ്ങള് അവനൊക്കെ ചെയ്യാറുണ്ടോ?
പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ശരിയാണെന്നും എന്താ പറയുക ടീച്ചേഴ്സിനോടൊന്നും സംസാരിക്കൂല. അപ്പം വീട്ടിൽ നല്ല ആക്റ്റീവാണ്. അത് ചെറുതിൽ ഞാനും അങ്ങനെ തന്നെയാണ്, എൻ്റെ മക്കളും അങ്ങനെ തന്നെയാണ്. പുറത്തുള്ള ആൾക്കാരോട് സംസാരിക്കാനൊരു മടിയാണ്. അതിപ്പോൾ കുറേ മാറിയിട്ടുണ്ട്. ഞാനിപ്പം ടീച്ചറിൻ്റെ ക്ലാസ്സിന് ശേഷം കുറേ പാരൻസ് എന്നോട് ചോദിക്കലുണ്ട്, ആൽബിഡോ ട്യൂഷൻ എങ്ങനെയാണ് വിശ്വസിച്ചിട്ട് ഏൽപ്പിക്കാൻ പറ്റും നമ്മളെ കുട്ടികളെ. കുട്ടികൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ പറയലുണ്ട്. ചില കുട്ടികൾക്ക് ശ്രദ്ധ കുറവാണെന്നുണ്ടെങ്കിൽ ചില കുട്ടികൾക്ക് ബേസിക് ഇഷ്യൂ ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ കോൺഫിഡൻറ്റ് കുറവായിരിക്കും, ടീച്ചേഴ്സിനോടുള്ള പേടി കൊണ്ടായിരിക്കും അവർക്ക് മാർക്ക് കുറയുന്നത്, അങ്ങനെയല്ല. അപ്പോൾ ഇല്ലേ മുഹമ്മദിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സിനോട് കുട്ടികളോടെല്ലാം ഓൻ ആക്റ്റീവാണ്, പക്ഷേ ടീച്ചേഴ്സിന് ഓനക്ക് പേടിയാണ്. അപ്പോൾ ഇല്ലേ ഞാൻ ആൽബിഡോയിൽ ചേർത്തതിന് ശേഷം കുറേ മാറ്റം എനിക്കുണ്ട്. ഓനെല്ലാവരോടും സംസാരിക്കാൻ തുടങ്ങി, നല്ല ആക്റ്റീവാണ് ഇപ്പം. എന്താ അറിയാം, ടീച്ചർ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് ക്ലാസ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ള ആൾക്കാരോടുള്ള ഭയവും കാര്യങ്ങളെല്ലാം മാറി ഓനിപ്പം നല്ലോണം മാഷാഅല്ലാഹ് നല്ല സ്മാർട്ടായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇല്ലേ നിങ്ങളെ കുട്ടികൾക്കും എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ എന്താ പറയുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുന്നില്ല, പഠിച്ചതൊന്നും തലയിൽ നിൽക്കുന്നില്ല, അങ്ങനത്തെ എല്ലാം എക്സാം എഴുതാൻ ഭയം, അങ്ങനെയെല്ലാം ഉള്ളവരുണ്ടാവില്ലേ, അങ്ങനെയെല്ലാം ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് പറ്റിയ ഓപ്ഷനാണ് ആൽബിഡോ. ഈ വെക്കേഷന് നിങ്ങൾ എന്തായാലും യൂസ് ചെയ്തു. കാര്യം കുട്ടികൾ ഫോണിൽ തന്നെ ആയിരിക്കും ഉണ്ടാവില്ല എന്നുണ്ടെങ്കിൽ കളിക്കും. അപ്പം കുറച്ച് സമയം നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അടുത്ത അക്കാദമിക് ഇയർ ആകുമ്പോഴേക്കും അവർക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും കേട്ടോ. ഈ കാര്യത്തിൽ കുറച്ച് ആൾക്കാർ ചോദിക്കലുണ്ട് കുട്ടികൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുമെന്നല്ല. നമുക്ക് പറയാനുള്ളത് ഏതൊരു സർവീസ് ആയിക്കോട്ടെ, ഏതൊരു പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, നമ്മൾ എത്രയാണോ ചിലവഴിയുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുക. ഇപ്പം ഞാൻ അധികം പാത്രങ്ങളുടെ കാര്യം, ഞാനിപ്പം പാത്രങ്ങൾ ആയിക്കഴിഞ്ഞാലും സൽവാസ് ആയിക്കഴിഞ്ഞാലും കൊടുക്കുന്ന സമയം ചിലരെങ്കിലും പറയലുണ്ട് മാക്സി പ്രൈസ് കൂടുതലാണെന്നില്ല എന്നുണ്ടെങ്കിൽ സൽവാറിന് പ്രൈസ് കൂടുതലാണെന്നല്ലോ. എന്നാലും നമ്മൾ പ്രൈസ് കുറഞ്ഞ ഐറ്റംസും കൊണ്ടുവരുത്തുണ്ട്. എന്നാലും പ്രൈസ് കുറഞ്ഞ ഐറ്റംസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയും കളർ വേഗം ഫെയ്ഡായി, അതുപോലെ തന്നെ കീറിപ്പോയി എന്നല്ലോ. അപ്പം എനിക്ക് പറയാനുള്ളത് നമ്മൾ ഏതൊരു പ്രൊഡക്റ്റിനായിക്കോട്ടെ സർവീസിനായിക്കോട്ടെ നമ്മൾ എത്രയാണോ കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് എന്തായാലും നമുക്കുണ്ടാവും. ഇപ്പോൾ ഒരു നല്ലൊരു പ്രൈസ് കൊടുത്തിട്ട് നമ്മളൊരു സൽവാർ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് സ്റ്റിച്ച് ചെയ്ത രീതിയും അതിൻ്റെ എന്താ പറയുക തുണിൻ്റെ ക്വാളിറ്റിയും ഡിഫറെൻ്റ് ആയിരിക്കും. എന്നാൽ ചെറിയ അതേ സാധനം തന്നെ അതിൻ്റെ കോപ്പി ആയിട്ടും വരും ചെറിയ പ്രൈസിന്. പക്ഷേ നമ്മൾ യൂസ് ചെയ്തതിനാൽ പെട്ടെന്ന് ചുരുങ്ങിപ്പോകുന്ന ടൈപ്പ് ക്ലോത്ത് ആയിരിക്കും അത്. അതുകൊണ്ടാണ് അതിൻ്റെ പ്രൈസ് റേഞ്ച് കുറഞ്ഞത്. അപ്പം ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിനി, ഇപ്പോൾ ഒരു സർവീസ് ഇപ്പോൾ ട്യൂഷൻ ആയിക്കോട്ടെ അതും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ കുറച്ച് ഫീ അധികം കൊടുത്തിട്ട് നമ്മൾ ട്യൂഷനിൽ കുട്ടികളെ ചേർത്തുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് എക്സ്ട്രാ ആയിരിക്കും കുട്ടികൾക്ക് ഉണ്ടാവുക. എന്നാലും ഫീ കുറഞ്ഞതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ടേ കുട്ടികൾക്ക് ഉണ്ടാവും. അപ്പോൾ ഓരോ സർവീസിനും ഓരോ പ്രൊഡക്റ്റിനും അതിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടായിരിക്കും പ്രൈസ് റേഞ്ചിൽ ഡിഫറൻസ് ഉണ്ടാവുക. അത് ആദ്യം മനസ്സിലാക്കുക കേട്ടോ. അങ്ങനെ ആൽബിഡോൻ്റെ കാര്യത്തിൽ അവർക്ക് ഞാൻ കൊടുക്കുന്ന ഫീൻ്റെ എക്സ്ട്രാ റിസൾട്ട് കുട്ടികൾക്ക് ഉണ്ടാകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വിശ്വസിച്ചിട്ട് നിങ്ങളെ കുട്ടികളെ ചേർത്താൻ പറ്റിയ ഒരു അടിപൊളി സ്ഥാപനമാണ്. പിന്നെ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കുട്ടികളുടെ കാര്യത്തിൽ. നിങ്ങൾ ഒരു അസസ്മെൻറ്റ് ടെസ്റ്റെങ്കിലും നടത്തി നോക്ക്. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇവരുടെ ഡീറ്റെയിൽസ് കൊടുക്കാം. നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്തോ. മടിച്ച് നിൽക്കേണ്ട ഇത് നല്ലൊരു അവസരമാണ്. ഇപ്പം കുട്ടികളുടെ വെക്കേഷൻ ടൈമാണ്, അവർ ഫ്രീ ആണ്. കുറച്ച് സമയം നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അടുത്ത അക്കാദമിക് ഇയർ ആകുമ്പോഴേക്കും നമ്മളെ കുട്ടികൾക്ക് നല്ല മാറ്റം നമുക്ക് കണ്ടുനോക്കാം. എൻ്റെ വണ്ടി പരിചയപ്പെടുത്തി തരാം. നിങ്ങൾ ചോദിച്ചുകൊണ്ടാണ് നമുക്ക് വണ്ടീൻ്റെ ഡീറ്റെയിൽസ് കൂടുതൽ പറയാനൊന്നും അറിയില്ല, എന്നാൽ എനിക്ക് അറിയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. ഇതിൽ മഹീന്ദ്ര താറോക്സ് AX7L 2 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് ലക്ഷറി വേരിയൻ്റ് ആണ്. ഇതിന് 4 കളേഴ്സ് അവൈലബിൾ ആണ്: യെല്ലോ, ബ്ലാക്ക്, റെഡ്, ബ്ലൂ. വണ്ടിയിൽ 2 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രൈവിങ് ഭയങ്കര ഈസിയാണ്. എന്താ പറയുക, നമുക്കിപ്പം സിറ്റിയിലെല്ലാം പോകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഗിയർ ചേഞ്ച് ചെയ്യേണ്ട ടെൻഷനും കാര്യങ്ങളും ഇല്ല. സാധാ വണ്ടി ആകുമ്പോൾ നമുക്ക് ഗിയർ ചേഞ്ച് ചെയ്യണം, വണ്ടി ഓഫ് ആവും, അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടാവില്ലേ. അതിൻ്റെ ഒരു ടെൻഷനും വേണ്ട. നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഡ്രൈവിങ് എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റും. ഈ ഒരു താറോക്സിൻ്റെ ഫ്രണ്ട് സൈഡ് ലൈറ്റിലെ DRLs വരുന്നുണ്ട്, അതുപോലെ തന്നെ പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ്സും വരുന്നുണ്ട്. പിന്നെ എന്താ പറയുക, നല്ലൊരു സിഗ്നേച്ചർ ഗ്രിൽ ഡിസൈന്, അതിൻ്റെ സെൻട്രലായിട്ട് 360 ഡിഗ്രി ക്യാമറയും കൂടി വരുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ബമ്പർ 2 കളേഴ്സിലാണ് വന്നിട്ടുള്ളത്. നല്ലൊരു സ്ട്രോങ് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. SUV ഫീൽ ഫുള്ളായിട്ട് കിട്ടാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സൈഡിൽ
സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അലോയ് വീൽസ്, ഹൈ ഗ്രൗണ്ട് ക്ലിയറൻസ്, പിന്നെ വൈഡ് ബോഡി ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ലൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്, പിന്നെ താറോക്സ് എന്നും കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല പ്രീമിയം ഫിനിഷിങ്ങിലാണ് ഈ ഒരു ഡോർ ഡിസൈനും അതുപോലെ ഹാൻഡിൽസ് എല്ലാം കൊടുത്തിട്ടുള്ളത്. ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും ഭയങ്കര സ്മൂത്താണ്. പിന്നെ നമുക്ക് ബാക്ക് സൈഡ് നോക്കാം, LED ടെയിൽ ലാമ്പ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ വീലുണ്ട്. പിന്നെന്താ നല്ല സ്ട്രോങ് ബമ്പർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ആയിട്ട് ഞാൻ മെയിനായിട്ടില്ലേ എൻ്റെ സാധനങ്ങളെല്ലാം വാങ്ങാൻ പോകാൻ എളുപ്പത്തിന് വേണ്ടിക്ക് സാധാരണ ഇക്കെല്ലാം പോയി കഴിഞ്ഞാൽ എന്താ പറയുക, മീനെല്ലാം വാങ്ങാൻ പോകുമ്പോൾ എടുക്കേണ്ട ബോക്സും കാര്യങ്ങളും പച്ചക്കറി ഐറ്റംസ് എല്ലാം വാങ്ങേണ്ട ബോക്സും കാര്യങ്ങളെല്ലാം ഒന്ന് അവിടെ വെച്ചിട്ടുള്ളത്. ഇപ്പം നമ്മുടെ ഇൻറ്റീരിയർ നോക്കാം. എന്താ പറയുക, ഇൻറ്റീരിയർ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ലക്ഷറി ഫീൽ, ഒരു പ്രീമിയം സീറ്റും കാര്യങ്ങളെല്ലാം. ബാക്കിൽ 3 സീറ്റ് വരുന്നുണ്ട്. ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ആം റെസ്റ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ എന്താ പറയുക, എനിക്ക് ഈ ഒരു ഐവറി ഷെയ്ഡ് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് അങ്ങനെ സെലക്ട് ചെയ്തതാണ്. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത് ഇതിൽ സൺറൂഫ് അവൈലബിൾ ആണ്, വലിയ രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് യാത്രയെല്ലാം പോകുമ്പം നമുക്ക് ആ ഒരു ഫ്രഷ് എയർ എക്സ്പീരിയൻസ് ചെയ്യാൻ അറിയാം. ഡ്രൈവിങ് കൂടുതൽ നമുക്ക് സ്ഥലങ്ങളും എല്ലാം നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിന് കാര്യം നമ്മൾ ഊട്ടിയിൽ പോയാലേ ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിന്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു ജീപ്പ് ടൈപ്പ് വണ്ടിയാണ് ഇഷ്ടമെന്ന്. ഇതിൻ്റെ ബ്രൗൺ സീറ്റ് അവൈലബിൾ ആണ് ഉണ്ടായിട്ടുണ്ടായിന്. പിന്നെ ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് ഈ കളർ തന്നെ വേണമെന്ന്. കാര്യം നമുക്ക് ഓരോരുത്തർക്കും ഓരോ ചോയ്സ് ആയിരിക്കും. ഇതിൻ്റെ പല കളേഴ്സിൽ അവൈലബിൾ ആണ്. എനിക്ക് പറഞ്ഞിട്ടുണ്ടായിന് യെല്ലോ ഷെയ്ഡ് എടുത്തോടി അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിന്. എനിക്ക് അതാ കളറാണ് ഇഷ്ടമായിന്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമായിരിക്കുമല്ലേ. പിന്നെ എനിക്ക് ബ്ലാക്കാണ് കൂടുതൽ ഇഷ്ടം, അതുകൊണ്ട് പിന്നെ ബ്ലാക്ക് എടുത്തോന്ന് മാത്രം. വണ്ടിക്ക് എത്ര എന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിന്. 22 lakhs എങ്ങാനും ആണ്. പിന്നെ നമ്മൾ എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് അങ്ങനെ ഒരു 23 എങ്ങാനും ആണ്. കാര്യം നമ്മൾ കൂളിങ് അതുപോലെ തന്നെ ലാഡർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിന്. പിന്നെ നമുക്ക് വലിയ ടയർ വേണമെന്നുണ്ടായിട്ടുണ്ടായിന്. ഇപ്പം മാറ്റണ്ടെന്നൊക്കെ പറഞ്ഞ് കുറച്ച് യൂസ് ചെയ്തിട്ട് പഴകിക്കഴിഞ്ഞാൽ മാറ്റാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര വലിയ ടയർ വണ്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ വേണ്ടിക്ക്. അങ്ങനെ പിന്നെന്താ, വണ്ടി ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാൻ പറഞ്ഞുകൊണ്ട് ചെയ്തതെന്ന്. പക്ഷെ എനിക്ക് കറക്റ്റായിട്ട് എന്താ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെന്താ, സേഫ്റ്റി ഫീച്ചേഴ്സ് വരുന്നുണ്ട്, എയർ ബാഗ്, ABS, പിന്നെ മോഡേൺ സേഫ്റ്റി സിസ്റ്റം വരുന്നുണ്ട്. നമുക്ക് ഫാമിലിക്കെല്ലാം യൂസ് ചെയ്യാനും സേഫായിട്ട് യാത്ര ചെയ്യാനും പറ്റിയ അടിപൊളി വണ്ടിയാണ്. ഇതിൻ്റെ എൻജിൻ പെർഫോമൻസും നല്ല പവർഫുള്ളാണ്. അതുപോലെ തന്നെ നല്ല എന്താ പറയുക, നല്ല കംഫർട്ടബിളുമാണ്. നമുക്ക് ലോങ് ഡ്രൈവെല്ലാം പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടയർഡ് തോന്നുക വെച്ചാൽ നമ്മൾ ഊട്ടിയിലേക്കെല്ലാം പോയിട്ടില്ലേ, ടയർഡായിട്ടേ ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെന്താ, ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷനെല്ലാം ഹൈ ആയതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിലിരുന്ന് കഴിഞ്ഞാലും മുമ്പിലിരുന്നാക്കും എല്ലാവർക്കും നല്ലൊരു റോഡ് വ്യൂവും കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. 2 ലക്ഷം രൂപക്ക് ഇത്രയും അടിപൊളിയായിട്ടുള്ള വണ്ടി കിട്ടുകയെന്നുണ്ടെങ്കിൽ നമുക്കിത് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. അതിന് അത്രയും എന്താ പറയുക, നല്ലൊരു കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രീമിയം ലുക്ക് കിട്ടുന്നില്ലേ. എന്താ പറയുക, സീറ്റിലായിട്ട് AC കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഷെയർ ആക്കാനുണ്ടാവും. പക്ഷേ ഫ്ലൈറ്റ് എങ്ങനെയാണ് പറഞ്ഞു തരേണ്ടതെന്ന് അറിയില്ല. എന്നാലും നിങ്ങൾ ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ പഠിച്ചവർക്കായിരിക്കില്ലേ കൂടുതലായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാൻ കഴിയുക. എനിക്ക് മാക്സിമം എനിക്ക് അറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഷെയർ ആക്കിയിട്ടുണ്ട്. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ സോറി, എനിക്കറിയുന്ന രീതിയിൽ ഞാൻ ഷെയർ ആക്കിയതാണ്. പിന്നെന്താ, ഇനിയിപ്പില്ലേ എൻ്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസും കാര്യങ്ങളും ഞാൻ ഷെയർ ആക്കാം. ഞാൻ എൻ്റെ വീട്ടിൽ കൂടുതലിന് 2 വർഷം മുന്നെയാണ് ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തത്. പോയിട്ട് പഠിച്ചിട്ട് അങ്ങനെ ലേണേഴ്സ് എഴുതി അങ്ങനെ ലൈസൻസ് കിട്ടി. അതിലെനിക്ക് ഭയങ്കര ധൈര്യമൊന്നും ഉണ്ടായിട്ടുണ്ടായിന്. ലൈസൻസ് കിട്ടിയ പിറ്റേ ദിവസം തന്നെ വണ്ടി എടുത്ത് എനിക്ക് എന്താ പറയുക, അന്നേരം ഞാൻ കേക്കും ചോക്ലേറ്റും എല്ലാം ഉണ്ടാക്കുന്ന സമയമാണ്. എനിക്കാണെങ്കിൽ സാധനം ഉണ്ടായിട്ടില്ല. അപ്പം ഓട്ടോ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു വേഗം പോയിട്ട് തന്നെ വാങ്ങാമെന്ന്. അങ്ങനെ മക്കളെയും കൂട്ടിയിട്ട് പോയി. ഭയങ്കര ധൈര്യത്തിലെല്ലാം പോയതാണ്. പെട്ടെന്ന് അവിടെ എത്തി സാധനമെല്ലാം വാങ്ങി തിരിച്ചു വരുന്ന സമയം വണ്ടി എന്താ പറയുക ഓഫായി. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ പെട്ടെന്ന് പേടിച്ചു പോയി. എന്താ പറയുക, റിവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക ഏതെങ്കിലും വണ്ടിക്ക് അടിച്ചു പോകും, അങ്ങനെയെല്ലാം പേടിച്ച്. എന്തോ ഭാഗ്യത്തിന് എൻ്റെ ബ്രദറിൻ്റെ ഫ്രണ്ട് ഉണ്ടായിട്ടുണ്ടായിന്. ആളന്ന് എന്നെ വീട്ടിലേക്ക് കൊണ്ടാക്കിയത്.
അന്നെയും എൻ്റെ മക്കളെയും. പിന്നെ ഞാൻ വണ്ടി എടുക്കാനേ നിന്നിട്ടില്ല ആ ഒരു സമയമേ. പിന്നെ എനിക്ക് നല്ല പേടിയാണ് വണ്ടി എടുക്കാൻ വേണ്ടിക്ക്. പിന്നെ ഒരിക്കൽ ഞാൻ ഉമ്മാനോട് പറഞ്ഞു, ഒരിക്കൽ നല്ല ധൈര്യം വന്നേരം ഞാൻ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ എൻ്റെ കൂടെ വരും. ഉമ്മ പറഞ്ഞു ഒരിക്കലും ഞാൻ നിൻ്റെ ഒപ്പം വരില്ല. കാര്യം നമ്മളെ വീട്ടിലത്തെ ആൾക്കാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോഴല്ലേ നമ്മൾ കൂടുതൽ ധൈര്യം ഉണ്ടാവുക. ഉമ്മയാണെങ്കിൽ എന്നെ കാട്ടിപ്പെടുത്തോണ്ടിയാ. അങ്ങനെ പിന്നെ ഇക്ക എന്നോട് പറഞ്ഞിട്ടുണ്ടായിന്, എനിക്ക് ലൈസൻസ് തരും, എന്നാൽ മാത്രമേ നീ പുറത്ത് പോയിട്ട് വണ്ടി ഓടിക്കാൻ പാടുള്ളൂ. എനിക്ക് ഓൾറെഡി ലൈസൻസ് കിട്ടി, പക്ഷേ നീ എൻ്റെ മുമ്പ് നിന്ന് എടുത്തിട്ട് കാര്യം എൻ്റെ വീട്ടിൽ കൂടുതലിന് ശേഷിയല്ലേ. എൻ്റെ വീട്ടിൻ്റെ റോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് റോഡാണ്. അപ്പം സൈഡിലെല്ലാം ഈ തോടും കാര്യങ്ങളെല്ലാം ഉണ്ടായതുകൊണ്ട് വണ്ടി വേഗം മുട്ടും. അതുപോലെ തന്നെ ഒരു ടയർ അതിൽ കുണ്ടിൽ വീകും, അങ്ങനത്തെ എല്ലാം പ്രശ്നങ്ങളുണ്ട്. അപ്പം അത് ഭയങ്കര ടാസ്ക്കാണ്. ഞാനിങ്ങനെ എന്താ പറയുക, ഭയങ്കര പണിയാണ് അത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 പ്രാവശ്യം ഇതിലെ കൂടി നീ എടുത്തു തന്നു കഴിഞ്ഞാൽ ഞാൻ നിനക്ക് ലൈസൻസ് തരും. അങ്ങനെ എനിക്ക് ഇങ്ങനെയും എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഡെയിലി ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ഇക്ക ഡെയിലി രാത്രിയും രാവിലെയും എന്നെക്കൊണ്ട് ഡ്രൈവ് ചെയ്യിപ്പിക്കും. പിന്നെ എവിടെയെങ്കിലും ഇക്കൊക്കെ പോകാനുണ്ടാകുമ്പം ഇക്ക എൻ്റെ കയ്യിൽ വണ്ടി തരും. അങ്ങനെയാണ് ഡെയിലി ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഇപ്പം ഞാൻ ഇതുപോലെ വണ്ടി ഓടിക്കാൻ പഠിച്ചത്. എന്നോട് ചോദിക്കലുണ്ട് ലൈസൻസ് എടുത്തിട്ടും ധൈര്യമില്ല വണ്ടി ഓടിക്കാനെന്ന്. എനിക്കൊരു കാര്യം പറയാനുള്ളത്, എനിക്ക് ഭയങ്കര പേടിയുള്ള കൂട്ടത്തിലാണ് ഞാൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരാളെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ പോലും പേടിയുള്ള കൂട്ടത്തിലാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എന്നെ ദൂരത്തു നിന്ന് കണ്ടാൽ പോലും എൻ്റെ രൂപം വെച്ചിട്ട് പറയലുണ്ട് ജാടയാണെന്നല്ലോ. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആൾക്കാർ ഓരോരോ രീതിയിലായിരിക്കൂലേ ഉണ്ടാവുക. അപ്പം ചില ആൾക്കാർ വളർന്ന രീതി അനുസരിച്ചിട്ടായിരിക്കും. ഞാനെല്ലാം ഒറ്റ മോളാണ്, അതുകൊണ്ട് തന്നെ ഉമ്മ കുറേ കൊഞ്ചിച്ചിട്ടാണ് വളർത്തിയത്. അതുകൊണ്ട് തന്നെ എൻ്റെ സംസാരത്തിൽ കുറച്ച് കൊഞ്ചൽ കൂടുതലാണ്. അതുപോലെ തന്നെ എനിക്ക് ആരോടും അങ്ങോട്ട് പോയിട്ട് സംസാരിക്കാൻ ഒരു മടിയാണ്, പേടിയാണ്, ഇൻസെക്യൂരിറ്റി, ഒരു ഭയം ഉള്ളിൽ നിന്ന് വരും. സ്റ്റേജ് ഫിയർ എല്ലാം പോലെ സംഭവം. എന്താ പറയുക, എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ബാത്റൂമിലൊരു പല്ലിയല്ലാന്നുണ്ടെങ്കിൽ ചെറിയ എട്ടുകല്ലില്ല, അതുണ്ടെങ്കിൽ പോലും ഞാൻ ആ ബാത്റൂമിൽ കയറില്ല. അഥവാ ഞാൻ പെട്ടുപോയിനെങ്കിൽ ബാത്റൂമിൽ കയറി കഴിഞ്ഞിട്ടാണ് കണ്ടിനെങ്കിൽ ആ ബാത്റൂമിൽ നിന്ന് ഇറങ്ങാൻ പോലും എനിക്ക് പേടിയാണ്. കുറേ സമയം ഉമ്മാന്ന് വിളിച്ചിട്ട് കണ്ടിട്ടില്ലിരിക്കും ചെയ്യുന്നുണ്ടല്ലോ, അത്രയും പേടിത്തോണ്ടിയാണ് ഞാൻ. അപ്പോൾ അത്രയും പേടിയുള്ള എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും ഡ്രൈവ് ചെയ്യാൻ പറ്റും. കാര്യം എനിക്കില്ലേ ഈ ഏറ്റവും കൂടുതൽ പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വലിയ ലോറി വലിയ ബസ്സെല്ലാം മുമ്പിൽ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാന്നുള്ളതല്ലോ എന്ന്. ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് അതെല്ലാം ഭയങ്കര അത് ഒരു പ്രശ്നമില്ലാണ്ടാവും. അപ്പം എന്ത് കാര്യത്തിൽ നമ്മൾ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ബ്രെയിനെ അതിൽ നിന്ന് നമ്മൾ പിന്തിരിപ്പിക്കുക എന്നുള്ളതാണ് ബ്രെയിൻ്റെ ജോലിക്കാര്യം. അതിനധികം എഫേർട്ട് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ നമ്മൾ ഡെയിലി നമ്മൾ ലൈസൻസിൽ എടുത്തവരാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യാണ്ട് മാത്രം പെട്ടെന്ന് തന്നെ ലൈസൻസ് എടുത്ത് പെട്ടെന്ന് പോവുക അങ്ങനെയൊന്നും ഒരിക്കലും ആർക്കും കഴിയൂല. കാര്യം കുറച്ച് നല്ലോണം പ്രാക്ടീസ് ചെയ്യുക. തന്നാലും നമ്മൾ അതുമായിട്ട് യൂസ്ഡ് ആവും. കാര്യം നമ്മളിപ്പം കിച്ചണ് നമുക്ക് നല്ലോണം മാനേജ് ചെയ്യാൻ പറ്റും ലേഡീസിന്. പക്ഷേ നമ്മൾ പുരുഷന്മാർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഹസ്ബൻഡിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കിച്ചൺ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല, മൊത്തം വലിച്ചു വാരിയിടും. അതുപോലെ തന്നെയാണ് നമ്മൾ അത്രയും പ്രാക്ടീസ് ചെയ്തുകൊണ്ട് കാലങ്ങളായിട്ട് നമ്മൾ കിച്ചണിൽ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കത് സ്പീഡായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഡ്രൈവിങ്ങും. നമുക്കത് പണ്ട് മുതലേ ആ സ്ത്രീകൾക്ക് പറ്റൂലില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പേടിപ്പിച്ച് ആക്സിഡൻ്റ് ആവും, അങ്ങനെയാവും ഇങ്ങനെയാവും എന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ട് നമ്മൾ ആ പേടിയില്ല നമ്മളില്ല. സത്യം പറഞ്ഞല്ല, നമ്മളെ കഴിയുമ്പോൾ ഒരു ആക്സിഡൻ്റ് പോലും സംഭവിച്ചിട്ടുണ്ടാവില്ല, എന്നാലും നമ്മൾ അതെല്ലാം ഓവർ തിങ്ക് ചെയ്തിട്ട് അതെല്ലാം സംഭവിക്കുമെന്ന് പറയുന്നത് ഞാനൊരു ഇതിൽ കേട്ടിട്ടുണ്ട്. എൻ്റെ പേടി മാറാൻ വേണ്ടിക്ക് ഞാൻ യൂസ് ചെയ്തൊരു ട്രിക്കാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ടായിനി പണ്ട് മുതലേ നമ്മളെ പൂർവികർക്ക് ഭയങ്കര ഭയം പോലും. ആ ഭയത്തിൽ നിന്നാണ് നമുക്ക് ഭയം വന്നത് എന്നാണ്. അപ്പോൾ ആ ഭയം നമ്മൾ മാറ്റണമെങ്കിൽ നമ്മൾ എന്തിനെയാണോ നമ്മൾ പേടിക്കുന്നത് ആ പേടിക്കുന്ന സംഭവം നമ്മൾ ഫേസ് ചെയ്യണം. ഇപ്പം നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പേടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ഡ്രൈവ് ചെയ്യണം. ഇപ്പം നമുക്ക് സ്റ്റേജ് ഫിയർ ആണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ സ്റ്റേജിൽ കയറി എനിക്ക് ഭയങ്കര പേടിയാണ്. നമുക്കിപ്പില്ലേ കുറേ എന്താ പറയുക പ്രൊമോഷനും കാര്യങ്ങളും വരും. ഇപ്പോൾ ഹോട്ടൽ ഫുഡ് റിവ്യൂവും കാര്യങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ ഷോപ്പിൻ്റെത്, പക്ഷേ ഈ സ്കൂളിൻ്റെത് ഇനോഗ്രേഷനും കാര്യങ്ങളെല്ലാം വരും. ഞാനെല്ലാം വേണ്ടാന്ന് നോக்கலாம். കാര്യം സ്കൂളിൽ എന്നെ വിളിച്ചിട്ടുണ്ടായിനെ. അപ്പം ഞാനെന്തോ തിരക്കിന് എനിക്ക് ഫോൺ എടുക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ ഉപ്പാനെയൊന്ന് വിളിച്ചിട്ടുണ്ടായിന്. ആ സമയം ഞാൻ എവിടെയോ പോകുന്ന സമയം ആ ടീച്ചർ എന്നെ കണ്ടിന്ന് തോന്നുന്നു. അങ്ങനെ ഞാനെന്തോ തിരക്കിൽ ഞാനെന്തോ ചിന്തയിലാന്ന് അങ്ങനെ നടന്നു പോകുന്നു. ഞാൻ ആരും ശ്രദ്ധിച്ചിട്ടില്ല. അപ്പം
എന്താ പറയുക, ഞാൻ ശ്രദ്ധിക്കാത്തതുകൊണ്ട് ആ ആൾ വന്നിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ എന്നോട് പറഞ്ഞിട്ടുണ്ടായിന്, ഓ ഇവക്ക് ഭയങ്കര ജാടയാന്ന്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മളാ ഒരു ഭയം നമ്മളെ പല രീതിയിൽ ദ്രോഹിക്കും. ഒന്നാമത് നമുക്ക് ഒന്നും ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടാവില്ല, നമ്മളെ ലൈഫ് നശിപ്പിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവർ നമ്മളെ കാണാൻ ഭയങ്കര ജാട, അഹങ്കാരം എന്നെല്ലാം പറഞ്ഞിട്ടായിരിക്കും. ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ എത്ര പാവാന്നുണ്ടെങ്കിലും നമുക്ക് ആൾക്കാരോട് സംസാരിക്കാൻ കഴിയാത്ത, അല്ലാന്നുണ്ടെങ്കിൽ ഒരാളെ മുമ്പിൽ, സത്യം പറഞ്ഞാൽ ഞാനെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരാളെ മുമ്പിൽ എൻ്റെ ഇപ്പം ഉപ്പ, എൻ്റെ ഉപ്പാൻ്റെ ബ്രദറിനോടൊന്നും ഇന്നേ വരെ ഞാൻ നേരെ നിന്നിട്ട് സംസാരിച്ചിട്ടുണ്ടാവില്ല. ജസ്റ്റ് ഈ ദുബാറക്കോ അല്ലാന്നുണ്ടെങ്കിൽ അസ്സലാമു അലൈക്കോ സുഖം തന്നെയോ അങ്ങനെ അല്ലാണ്ട് കൂടുതൽ ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല. കാര്യം എനിക്ക് ഭയമോ, നമുക്ക് ഭയങ്കര പേടിയാണ്. പക്ഷേ ചിലർ വിചാരിക്കും അവർക്ക് അഹങ്കാരം കൊണ്ടാന്ന്, ജാട കൊണ്ടാന്ന്. പക്ഷേ നമ്മൾ ഉള്ളിലത്തെ പേടി നമുക്കെല്ലാം അറിയാൻ പറ്റും. അപ്പോൾ എന്തിലാണോ നമുക്ക് ഭയമുള്ളത് അത് മാറ്റിയെടുക്കുക. ഞാനിപ്പോൾ അത് ഒരുപാട് മാറ്റിയെടുക്കലുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഇത് വാങ്ങുമ്പം അവരെ മുമ്പിൽ നിൽക്കാൻ പോലും എനിക്ക് പേടിയാന്ന്. കാരണം അങ്ങനത്തെ ഒരു പേടിത്തോണ്ടിയാണ് ഞാൻ ഉണ്ടായിട്ടുണ്ടായിന്. ഞാനില്ലേ ഈ റൂമിൻ്റെ ഉള്ളിൽ നിന്നല്ലേ സംസാരിക്കുന്നത്. പക്ഷേ പുറത്തുനിന്ന് ഇപ്പോൾ ആരെങ്കിലും രണ്ടാളെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ മടിയാണ്, പേടിയാണ്. അതങ്ങനെയാണ്. ഞാൻ ചെറുതിൽ ഒറ്റ മോളായിട്ട് വളർന്നുകൊണ്ടായിരിക്കും. പിന്നെ സംസാരിക്കുന്ന സമയം കുറച്ച് കൊഞ്ചൽ കൂടുതലായിരിക്കും. കൊഞ്ചൽ മീൻസ് കുറച്ച് എന്താ പറയുക, കുട്ടിക്കളി കൂടുതലായിരിക്കും. അപ്പോൾ ചിലർക്ക് അത് കൊഞ്ചലായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഇല്ലേ നമ്മളെ ഭയം കാരണമാണ് നമുക്ക് ഓരോ കാര്യങ്ങളും ഫേസ് ചെയ്യേണ്ടി വരുന്നത്. നമ്മളെ ലൈഫിൽ നിന്ന് ഭയം എടുത്ത് നീക്കുന്നോ അന്ന് നമ്മൾ ലൈഫിൽ സക്സസ് ആവുമെന്നാണ് നമുക്ക് മനസ്സിലായ ഒരു കാര്യം. നമുക്കല്ലേ യൂട്യൂബെല്ലാം സ്റ്റാർട്ട് ചെയ്ത സമയം ഭയങ്കര ആൾക്കാരോട് ഭയങ്കര സഹതാപമാണ്. ഇപ്പം റീച്ചില്ലാത്ത ചാനലെല്ലാം അവർ റീച്ചാക്കി തരുമോ അങ്ങനെയെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേഗം കമ്മ്യൂണിറ്റിയിൽ ഇട്ട് കൊടുക്കില്ല എന്നുണ്ടെങ്കിൽ അവരെ ചാനൽ പ്രൊമോട്ട് ചെയ്യും, അങ്ങനെയെല്ലാം ചെയ്യും. പക്ഷേ ആ സമയമൊന്നും അധികം യൂട്യൂബേഴ്സൊന്നും അങ്ങനെ ചെയ്യൂല. അന്നേരം നമുക്ക് അറിയില്ല, നമ്മൾ ഖേദം കൊണ്ട് ചെയ്യുന്നതായിരിക്കും. പക്ഷേ നമ്മൾ അവരോടുള്ള സ്നേഹം കൊണ്ടാണ് നമ്മളത് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ പെയ്യെ അവരൊന്ന് വളർന്നു കഴിഞ്ഞാൽ അവർ നമ്മളെ ഇല്ലാണ്ടാക്കാനായിരിക്കും ആദ്യം ശ്രമിക്കുക. ആ ഒരു സമയത്തെല്ലാം എന്താ പറയുക, നമുക്ക് ധൈര്യം വേണം, എല്ലാത്തിനും ധൈര്യം വേണം. നമുക്ക് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത് തരാൻ ധൈര്യം ഉണ്ടായിട്ടില്ല, ഒന്നിനും നമുക്ക് ധൈര്യമില്ലാത്ത ആളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ലൈഫിൽ. ഈ ഭയം കൊണ്ട് തന്നെയാണ് ഞാൻ ഒരുപാട് ലൈഫിൽ എൻ്റെ ഒരു 16 വയസ്സ് മുതൽ അത്രയും ഞാൻ അനുഭവിച്ചിന് എൻ്റെ ഭയം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ലൈഫിൽ നിന്ന് ഭയത്തിനെ എടുത്ത് നീക്കണമെന്ന് ഞാൻ കൂടുതലായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്തിനാണ് നമ്മൾ പേടിക്കുന്നത്? നമ്മളെ കയ്യിൽ സത്യം ഉണ്ടെങ്കിൽ, നമ്മൾ സത്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാത്രമേ ജയിക്കൂ എന്നുള്ളൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ഏത് കാര്യങ്ങളായാലും, ഇപ്പം വളച്ചൊടിക്കുന്ന ആൾക്കാരുണ്ടാവും. ഈ ഒരു യൂട്യൂബ് ഫീൽഡിലെല്ലാം മുന്നോട്ട് പോകാമെന്നെല്ലാം പറയുമ്പോൾ നല്ല ധൈര്യം വേണം. കാര്യം നമ്മളൊരു നല്ലൊരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ ചെയ്യാനും പാര വെക്കാനും നമ്മൾ ഇല്ലാണ്ടാക്കാനും ഒരുപാട് കൈകൾ ശ്രമിക്കും. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അതിനെ ലൈഫിൽ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അതിൽ നിന്നെല്ലാം നമ്മൾ ഓവർകം ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യം വേണം. ഇന്നത്തെ സമൂഹത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർക്കെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെക്കാട്ടി ഒരു കഴിവ് കൂടുതലുണ്ടെങ്കിൽ അത് അവർ അംഗീകരിക്കൂല. പക്ഷേ ആദ്യം അവർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരേ ഫീൽഡിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരാളെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കും. അത് പല രീതിയിലായിരിക്കും. ഒന്നിക്കിൽ അവർ കമൻറ്റ് ബോക്സിൽ തന്നെ ബാഡ് കമൻറ്റ് അവർ തന്നെ ടൈപ്പ് ചെയ്തിട്ടായിരിക്കും. അങ്ങനെ പല രീതിയിൽ ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ഒരു സമൂഹത്തിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ധൈര്യം വേണം. നമ്മൾ സത്യമെന്നുണ്ടെങ്കിൽ, എൻ്റെ ധൈര്യക്കുറവുകൊണ്ട് ഒരുപാട് നഷ്ടങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിന്. എന്താ പറയുക, ഒരുപാട് പ്രശ്നങ്ങൾക്ക്, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ സത്യം ഉണ്ടായിട്ടും അത് തുറന്നു പറയാൻ പോലും ധൈര്യമില്ലാത്ത അവസരങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിന്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, വളർന്നു വരുന്ന കുട്ടികളോട്, അല്ലാന്നുണ്ടെങ്കിൽ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് ധൈര്യമാണ്. അതിപ്പം വാഹനം ഓടിക്കുന്നതായിക്കോട്ടെ, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരാളോട് സംസാരിക്കുന്നതായിക്കോട്ടെ, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ വളച്ചൊടിച്ച് നമ്മളെ കള്ളന്മാരാക്കുന്ന മനുഷ്യന്മാരുണ്ട്. അവരോടത് തുറന്നു പറയാനും, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയാനും നമുക്ക് വോയിസ് വേണം, നമുക്ക് ധൈര്യം വേണം. അപ്പം ഭയത്തിനെ ആദ്യം നമ്മളെ ലൈഫിൽ നിന്ന് ഇല്ലാണ്ടാക്കിയാൽ തന്നെ നമ്മൾ ലൈഫിൽ സക്സസ് ആവും. അപ്പം ലൈസൻസ് എല്ലാം എടുത്തിട്ട് വണ്ടിയെല്ലാം വാങ്ങിയല്ലാന്നുണ്ടെങ്കിൽ, ലൈസൻസ് എടുത്തിട്ട് പൊടി പിടിക്കുന്നവരെല്ലാം ആണെന്നുണ്ടെങ്കിൽ മനസ്സിന് ആദ്യം ആ ഒരു ഭയത്തിനെ ഇല്ലാണ്ടാക്കുക, എന്നിട്ട് മുന്നോട്ട് പോവുക. കാര്യമില്ലേ, നമ്മൾ എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്യുന്ന, അതുപോലെ എത്രമാത്രം പരിശ്രമിക്കുന്ന, അതിനനുസരിച്ചുള്ള റിസൾട്ട് നമ്മളെ ലൈഫിൽ എന്തായാലും ഉണ്ടാവും. അപ്പം ഡെയിലി പ്രാക്ടീസ് ചെയ്യുക.
ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് വണ്ടി ധൈര്യത്തോടെ എടുത്തിട്ട് പുറത്തു പോകാൻ പറ്റും. അപ്പോൾ എന്താ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാ അസ്സലാമു അലൈക്കും. ബൈ.